KSFE സൊസൈറ്റിയിൽ നിക്ഷേപിച്ചു. ആ നിക്ഷേപ തുക എനിക്ക് നാളെ വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഏകദേശം 10 വർഷമായി എനിക്ക് പലിശ മുടങ്ങിക്കിടക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു പൈസ ഇവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ അന്നത്തെ KSFE ഇടത് സംഘടനകൾ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ അവരെ അനുവദിച്ചിട്ടില്ല. ആ സൊസൈറ്റിയിലെ സെക്രട്ടറി ഇന്ന് വിലസുകയാണ്. കഴക്കൂട്ടത്ത് 20 കോടി രൂപയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണി ചെയ്ത് അദ്ദേഹം വിലസുകയാണ്. ചോദിക്കുമ്പം ഫണ്ട് വന്നിട്ടില്ല, വരുമ്പം നിങ്ങളെ ടെലിഫോൺ ചെയ്ത് അറിയിക്കും എന്ന് പറഞ്ഞു. നമസ്കാരം. തിരുവനന്തപുരത്തെ KSFE ആസ്ഥാനത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന KSFE സർവീസ് സൊസൈറ്റിയിൽ വർഷങ്ങളായി നിക്ഷേപിച്ച പണം ഇതുവരെയും തിരികെ നൽകിയിട്ടില്ല എന്ന പരാതിയുമായി ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് നിരവധി പരാതികൾ നൽകിയെങ്കിലും ഈ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപകർക്കും അതുകൂടാതെ തനിക്കും തിരിച്ചു ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. ഹൈക്കോടതി ഉത്തരവടക്കം ഉണ്ടായിട്ടും ഈ പണം തിരിച്ചു നൽകാൻ ഈ സർവീസ് സൊസൈറ്റി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഞാൻ ഭാരതീയ സേനയിൽ 32 വർഷം സർവീസ് ചെയ്ത് വിരമിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ഞാൻ 52 ഡിഗ്രി മൈനസിലും 56 ഡിഗ്രി പ്ലസിലും സർവീസ് ചെയ്ത് എനിക്ക് കിട്ടിയ മൊത്തം തുകയുടെ 10 ലക്ഷം രൂപ ഇവിടെ നിന്ന് 50 മീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് കോർപ്പറേഷൻ്റെ KSFE സൊസൈറ്റിയിൽ നിക്ഷേപിച്ചു. ആ നിക്ഷേപ തുക എനിക്ക് നാളെ വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഏകദേശം 10 വർഷമായി എനിക്ക് പലിശ മുടങ്ങിക്കിടക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് അടുത്ത സെക്രട്ടറി അറസ്റ്റ് ചെയ്യുകയും കേസ് ഫയൽ ചെയ്യുകയും അതിലാരൊക്കെ ഇൻവോൾവ് ആയിരുന്നു അവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ടായിരുന്നു, കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു പൈസ ഇവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ അന്നത്തെ KSFE ഇടത് സംഘടനകൾ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ അവരെ അനുവദിച്ചിട്ടില്ല. അനുവദിക്കുന്നു മാത്രമല്ല, അവരുടെ സർക്കാർ വന്നതിന് ശേഷം ഇപ്പം 10 വർഷം തികയാൻ പോണ്. ഇന്ന് വരെ നാളെ വരെ ഒരു പൈസ അതിൽ നിന്ന് അവർ തന്നിട്ടില്ല. ഉമ്മൻചാണ്ടി സാർ ഇരുന്ന സമയത്ത് 3 ലക്ഷം രൂപ 10 ലക്ഷം രൂപയിൽ എനിക്ക് 3 ലക്ഷം രൂപ തിരികെ കിട്ടി. ഇനി ബാക്കി എനിക്ക് എമൗണ്ട് ഇവിടുന്ന് കിട്ടാനുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം സ്വരൂപിച്ച് വെച്ചിരുന്ന ഒരു പൈസയാണ്. ആ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ അന്ന് ആ സൊസൈറ്റിയിലെ സെക്രട്ടറി ഇന്ന് വിലസുകയാണ്. കഴക്കൂട്ടത്ത് 20 കോടി രൂപയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണി ചെയ്ത് അദ്ദേഹം വിലസുകയാണ്. ആ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഈ സർക്കാരിനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് സൊസൈറ്റി എവിടെയാണ് കറക്റ്റ് സ്ഥിതി? ഇവിടെ നിന്ന് നമ്മുടെ 10 മീറ്റർ KSFE ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യണതിൻ്റെ തൊട്ട് താഴത്തെ ബിൽഡിങ്ങിലാണ് ആ സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അന്നത്തെ അക്കൗണ്ടെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം പുതിയ ഇതിൽ അവർ തുടങ്ങുന്നു. അതിൻ്റെ പൈസ അവർ പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്നു, ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ പഴയ ആൾക്കാരെല്ലാം അവഗണിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട ഒരു തയ്യൽക്കാരൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് അദ്ദേഹത്തിന് പോലും ഒരു പൈസ കൊടുത്തിട്ടില്ല. വളരെ കരഞ്ഞ് കെഞ്ചി കേഴിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് പൈസ. താങ്കൾ ഏത് വർഷമാണ് നിക്ഷേപിച്ചത്? ഞാൻ 2010. എത്ര രൂപ ഇനി തിരിച്ചു കിട്ടാൻ? 10 ലക്ഷം രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. എനിക്ക് 4 ലക്ഷം രൂപ തിരിച്ചു കിട്ടി. 6 ലക്ഷം രൂപ ഇനി തിരികെ കിട്ടാനുണ്ട്. എന്താണ് ഈ പൈസ ചോദിക്കും? എന്താണ് പറയുന്നത്? പൈസ ചോദിക്കുമ്പം ഫണ്ട് വന്നിട്ടില്ല, വരുമ്പം നിങ്ങളെ ടെലിഫോൺ ചെയ്ത് അറിയിക്കും എന്ന് പറഞ്ഞു. ഈ സർക്കാർ വന്നതിന് ശേഷം 50,000 രൂപ കിട്ടിയിട്ടുണ്ട്. 10 ലക്ഷത്തിൽ 50,000 രൂപ ഈ സർക്കാർ തന്നിട്ടുണ്ട്. അത് കോടതി ലക്ഷ്യത്തിന് ആരോ കേസ് ഫയൽ ചെയ്തപ്പോൾ അതിൽ നിന്ന് തടി കൂടാൻ വേണ്ടി മാത്രം ചെയ്ത പരിപാടിയാണ്. പരാതി എവിടെയെങ്കിലും കൊടുത്തിരുന്നു? പരാതി ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു. ഇവർക്കെല്ലാം നിക്ഷേപകർക്കെല്ലാം പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. സമയബന്ധിതമായി കൊടുക്കണം, കുറേശ്ശെ കൊടുത്ത് തീർക്കണമെന്ന് പറഞ്ഞു വന്നു. അതിൽ വെറും 50,000 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. ഇനിയും 6 ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട്. വിധി വന്നത് ഈ ഇടതുപക്ഷ സർക്കാർ വരുന്നതിന് മുന്നേ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്താണ് ആ വിധി വന്നത്. വെറും 50,000 രൂപ കിട്ടി. അതിനുശേഷം അവിടെ പോയി അന്വേഷിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ ലിസ്റ്റുണ്ട്, അറിയിക്കും. അപ്പോൾ വന്നാൽ മതി എന്നാണ് പറയുന്നത്. പോകുമ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ പിന്നിൽ ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് ചെക്ക് തരും. പുള്ളി 50,000 രൂപ മാത്രം. 20 കോടി രൂപ അന്ന് അദ്ദേഹം വെട്ടിച്ചുകൊണ്ട് പോയി. ആ സെക്രട്ടറി, വെറും സെക്രട്ടറി മാത്രം. ഒരു ഓഫീസ്. ഈ സെക്രട്ടറിയുടെ പേരെന്താ?
പേര് ഞാൻ ഓർക്കുന്നില്ല, 10 വർഷം മുന്നേ ഉള്ളതാണ്. ജയിലിലേക്ക് കിടന്നു. അതുമായി ബന്ധപ്പെട്ട KSFBയുടെ കുറച്ച് 3 മാനേജർ കൊല്ലം ജയിലിൽ കിടന്നു. ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം അത് സമയം അതിക്രമിച്ചതുകൊണ്ട് അത് എല്ലാവരും മറന്നുപോയ സ്ഥിതിയിലാണ്. ഭരണസമിതിയിലുള്ള ആൾക്കാരൊന്നും ഇന്ന് അവിടെ ഇല്ല. അന്ന് ഇവരെ സൊസൈറ്റിയിലെ ഭരണസമിതിയിലുള്ള ആൾക്കാർ ഇന്നില്ല. അവരെല്ലാം ജയിലിൽ പോയി, കേസായി വഴക്കായി അവരെ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ ഭരണസമിതിയാണ്. അവരെ സൊസൈറ്റി ബോർഡാണല്ലോ സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നത്, അവരാണ്. ഈ പണം കിട്ടാനുള്ള നിയമ പോരാട്ടം ഇപ്പോഴും നടത്തുന്നുണ്ടോ താങ്കൾ? നിയമപരമായിട്ട് നടക്കുന്നത്, നമ്മൾ കയറിയിറങ്ങും, കോടതി വിധി വാങ്ങി വെച്ചൊക്കെയല്ലേ, അപ്പോൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഏകദേശം 10 ലക്ഷം രൂപയാണ് ഈ സർവീസ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഈ പണത്തിൻ്റെ പകുതി തുക ലഭിച്ചു എന്നും ഇദ്ദേഹം നമ്മളോട് പ്രതികരിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ബാക്കി തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല. കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഇതുവരെയും നിക്ഷേപകരുടെ തുക ഈ സർവീസ് സൊസൈറ്റി നൽകിയിട്ടില്ല എന്നാണ് ഇദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.